ഈ സ്ഥലം നമ്മൾ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. കാരണം മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹൊറർ ത്രില്ലർ മൂവിയായ മണിച്ചിത്രത്താഴ് ചിത്രീകരിച്ച മനോഹര ഇടങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. 31 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കാര്യമായ മാറ്റമൊന്നുമില്ലാതെ ആ ഫ്രെയിം നമുക്കിവിടെ ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. തെക്കിനിയിലെ തമിഴെത്തിയെ ബന്ധിപ്പിക്കുവാൻ ശ്രമിച്ച് ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് കാട്ടുപറമ്പൻ ചേട്ടനിരുന്ന അതേ ആൽത്തറയും തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും കൽപ്പടവുകളുമെല്ലാം അതുപോലെ ഇന്ന് നിലകൊള്ളുന്നു. തക്കലക്കടുത്തുള്ള പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കുളവും ആൽത്തറയുമുള്ളത്. കൊട്ടാരം സന്ദർശിക്കുന്നവരിൽ അധികം ആർക്കും വിശാലമായതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഈ കുളത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പെരുമാൾ കുളം എന്ന് പേരുകേട്ട മനുഷ്യനിർമ്മിതമായ ഒരു കുളമാണിത്. പത്മനാഭപുരം കൊട്ടാരത്തിന് ചുറ്റുമുള്ള കോട്ടയ്ക്കുള്ളിൽ ആവശ്യങ്ങൾക്കുള്ള ജലം ഈ കുളത്തിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. ഈ കാണുന്ന ആൽമരമാണ് നമ്മളെ പെരുമാൾ കുളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വലിയ പാറകൾ കൊണ്ടുള്ള സ്ലാബുകൾക്ക് കാലമിത്ര കഴിഞ്ഞിട്ടും ഒരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. വിശാലമായ ഈ കുളത്തിലെ ജലം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്നാലും വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഇത് നമ്മൾ മലയാളികൾ കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരുപക്ഷെ കേരളത്തിലായിരുന്നുവെങ്കിൽ ഇത്രയും ഭംഗിയോടെ നമുക്ക് ഈ കുളം കാണാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. പെരുമാൾ കുളം നിർമ്മിക്കപ്പെട്ട കൃത്യമായ കാലഘട്ടം ലഭ്യമല്ല. രാമവർമ്മ കുലശേഖരൻ്റെ കാലത്താണ് പണിതതെന്ന് പറയപ്പെടുന്നു. ഇനി പത്മനാഭപുരം കൊട്ടാരം സന്ദർശിക്കാൻ വരുന്നവർ പറ്റുമെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ളതും പ്രകൃതി മനോഹരമായ ഈ ഇടം കൂടി സന്ദർശിക്കാൻ മറക്കരുത്.